ജനാധിപത്യ രാജ്യമെന്ന് പറയുമ്പോഴും അല്ലെ ജനാധിപത്യ കേരളം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ജനാധിപത്യം മാറി രാജാധിപത്യമായി രാജഭരണമായി ജനാധിപത്യം മാറി രാജാധിപത്യമായി എന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേർക്ക് തള്ളിക്കളയാൻ സാധിക്കും? തള്ളിക്കളയാൻ സാധിക്കുന്നവർ അടിമക്കുങ്ങികളും ഏതെങ്കിലും ന്യായീകരണ തൊഴിലാളികളും മാത്രമായിരിക്കുമെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയം വേണ്ട കേട്ടോ. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ വി.ഡി. സതീശൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി ഞാനൊരു നെഹ്റുവിയനാണ്, അല്ലെങ്കിൽ ഞാൻ നെഹ്റുവിനെ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാതകൾ പിന്തുടരാൻ ശ്രമിക്കുന്ന പാത പിന്തുടരുന്ന ഒരാൾ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു നിഴല് പോലെ നടക്കുന്ന ഒരാളാണ് എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മെഴുകൾ കേട്ടോ. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടുപോയിക്കോ. റിപ്പോർട്ടർ ടിവിയുടെ വാർത്തകൾ ഫേസ്ബുക്കിൽ നിന്ന് നീക്കം ചെയ്യിപ്പിച്ചു ഈ സർക്കാർ എന്നുകൂടി പ്രേക്ഷകർ അറിയണം. കാർട്ടൂണിസ്റ്റ് ശങ്കർ അദ്ദേഹത്തെ കുറിച്ച് കാർട്ടൂൺ വരയ്ക്കാതെ വിമർശിച്ച് കാർട്ടൂൺ വരയ്ക്കാത്തതിന് പരിഭവം പറഞ്ഞ ആളാണ്. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ഉൾപ്പെടെയുള്ള 3 കോൺഗ്രസ് പ്രവർത്തകർ പിടിയിലായ വാർത്തയാണ് മെറ്റ ആദ്യം റിമൂവ് ചെയ്തിരിക്കുന്നത്. എപ്പോഴും പറയല്ലേ, എന്ത് രഹസ്യമുണ്ടെങ്കിലും ആദ്യം നിങ്ങളോട് പറയുള്ളത്. മുഖ്യമന്ത്രിക്കെതിരായ കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മകളുടെ പ്രതികരണവുമായി ബന്ധപ്പെട്ട വാർത്തയും പിന്നാലെ സമാനമായി നീക്കി. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന മാനേജർമാർ MDMA കേസിൽ അകത്താണ്. അല്ലെ, കേരളത്തിലെ മാധ്യമം ചർച്ച ചെയ്യുന്നുണ്ടോ? എത്ര റിമൂവ് ചെയ്താലും റിപ്പോർട്ടർ ടിവി അതിന്റെ സ്ക്രീനിലൂടെ പ്രേക്ഷകർക്ക് ആ വാർത്ത നൽകിക്കൊണ്ടേയിരിക്കും. ഈ ദൃശ്യമാണ് മെറ്റ റിമൂവ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ ഫേസ്ബുക്ക് ഉപയോക്താക്കൾക്ക് കാണാൻ കഴിയാത്ത വിധത്തിൽ ഫേസ്ബുക്ക് വാർത്ത തടയുകയായിരുന്നു. അത് ഷെയർ ചെയ്തവരുടെ ഫീഡിൽ നിന്നും ഈ ഫേസ്ബുക്ക് വാർത്ത തടഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ച ജോണിന്റെ മകളുടെ പ്രസ്താവന റിപ്പോർട്ടർ ടിവിയുടെ കാർഡ് ഫേസ്ബുക്കിൽ നിന്ന് നീക്കാൻ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുകയായിരുന്നു. IT നിയമത്തിന്റെ ഭാഗമായുള്ള നടപടി എന്നാണ് മെറ്റയുടെ മറുപടി. പരാതിയുടെ പേരിലാണ് വാർത്ത നീക്കം ചെയ്തതെന്നും മെറ്റ സമ്മതിക്കുന്നുണ്ട്. കലാപാഹ്വാനം, മതസ്പർദ്ധ പോലുള്ള പോസ്റ്റുകൾ നീക്കാൻ വേണ്ടിയുള്ള നിയമം ഉപയോഗിച്ചാണ് സർക്കാർ മെറ്റയെ കൊണ്ട് ഇപ്പോൾ കടലിൽ കാണാതായ ജോണിന്റെ മകൾ സർക്കാരിനെതിരെ നടത്തിയ വിമർശനം പോലുള്ള കാർഡുകളെ MDMAയുമായി പോയ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ മാനേജറുടെ വാർത്തകളെയൊക്കെ ഇപ്പോൾ നീക്കിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നതാണ്. ഇതുകൂടി പ്രേക്ഷകർ ചേർത്ത് വായിക്കുമ്പോഴേ ഇതിന്റെ ആഘാതം എത്രത്തോളം ഉള്ളത് മനസ്സിലാവൂ. തെറ്റായ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ വിമർശിച്ചോ? അതിനെന്താ, ഞാൻ നെഹ്റുവിയനാണ്, അല്ലെങ്കിൽ ഒരു കാർട്ടൂണിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ആ ഒരു കാർട്ടൂൺ വരയ്ക്കാതെ അദ്ദേഹത്തിനെ വിമർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊരു പരാതിപ്പെട്ട ആളാണ്. അയാളെയൊക്കെ പോലെ തന്നെ അയാളുടെ അതേ പാതകൾ പിന്തുടരുന്ന ഒരാളാണ് ഞാൻ. എന്തെങ്കിലും വിമർശനങ്ങൾ എൻ്റെ ഭാഗത്തു നിന്നൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വിമർശനങ്ങൾ വരുന്നതിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എനിക്ക് ആരെയും ഭയക്കേണ്ട ആവശ്യകതയില്ല. എനിക്ക് വിമർശനങ്ങളൊക്കെ ഇഷ്ടമാണ്. എനിക്ക് എൻ്റെ ഭാഗങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ആ വിമർശനങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നാണ് നമ്മുടെ ഇന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അല്ലയോ വി.ഡി. സതീശൻ ജി, വി.ഡി. സവർക്കറെ, നിങ്ങൾ ആരെയാണ് മണ്ടന്മാരാക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങളുടെ ഊളത്തരങ്ങളും നിങ്ങളുടെ മണ്ടത്തരങ്ങളും എല്ലാം കേട്ട് നിങ്ങൾക്ക് വേണ്ടി ജയ് വിളിക്കുന്ന കുറച്ച് അടിമകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്ന് വെച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ ജനങ്ങളും അങ്ങനെ നിൽക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുതേ. നിങ്ങൾ ചെയ്യുന്ന തോന്നിവാസങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന കൊള്ളരുതായ്മകൾ അത് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടുള്ള മാധ്യമങ്ങൾ അതിനെതിരെ സംസാരിക്കുമ്പോൾ അതൊക്കെയും നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ, നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് മെറ്റയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കലാപാഹ്വാനത്തിൻ്റെയൊക്കെ പേരിൽ ആ വാർത്തകൾ റിമൂവ് ചെയ്യുന്നതിൽ കൂടി നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ലെ, നിങ്ങൾ എന്താണ് ലക്ഷ്യം വെക്കുന്നത്? നിങ്ങളെ ആരും വിമർശിക്കാൻ പാടില്ല. നിങ്ങൾ കേരളത്തിലെ മോഡിയാണെന്നാണ് പലരും പറയുന്നത്. അതേപോലെ തന്നെ എനിക്കും പറയേണ്ടി വരും കേട്ടോ. ശരിയായിരിക്കാം, മോദിയുടെ അതേ രീതിയിൽ തന്നെയാണ് വി.ഡി. സതീശൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇഡിയെ വിട്ട് പിണറായി വിജയന്റെ വീട്ടിലേക്കും മറ്റ് പലരുടെയും വീട്ടിലേക്കും മമ്മൂട്ടിയുടെയും ഒക്കെ വീട്ടിലേക്ക് വെച്ച് കളിപ്പിക്കുന്ന കളികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? അതൊക്കെ മമ്മൂട്ടിയുടെ രാഷ്ട്രീയം എന്താണെന്ന് അറിയാവുന്നത് കൊണ്ടായിരുന്നു അന്ന് മോഡിയുടെ ആൾക്കാർ ഇഡിയെ വിട്ട് നമ്മുടെ മമ്മൂട്ടിയുടെ വീട്ടിലേക്ക് കയറ്റിയത്. എന്ന് പറയുന്നത് പോലെ പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇറങ്ങിയതിന് ശേഷം പ്രതിപക്ഷ നേതാവായിട്ട് വരാൻ പോകുന്നു ഇല്ലേ എന്നുള്ളൊരു വാർത്തകൾ ഇങ്ങനെ അഭ്യൂഹങ്ങൾ പരന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പിണറായി വിജയന്റെ വീട്ടിലേക്കും ഇഡിയെ കയറ്റി വിടുന്നു. ഇൻ കേസ് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിട്ട് വരണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു രേഖകൾ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരാളെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരരുതെന്നുള്ളൊരു ആഗ്രഹത്തിന്റെ മേലായിരിക്കണം വി.ഡി. പറഞ്ഞിട്ട് ഇ.ഡി. അങ്ങോട്ട് അല്ലെ മോഡി ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിട്ടുകഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ എല്ലായ്പ്പോഴും പറയാറുള്ളത് പോലെ മടിയിൽ കനമുള്ളവനല്ലേ വഴിയിൽ ഭയക്കേണ്ടതുള്ളൂ എന്ന് പറയാറുള്ളത് പോലെ അയാളുടെ വീട്ടിൽ നിന്നൊന്നും കിട്ടിയില്ല. അവസാനം ഇവരൊക്കെ എന്താണോ പേടിച്ചത് അതേ രീതിയിൽ തന്നെ കാര്യങ്ങൾ മാറി.
പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവായിട്ട് വരികയും ചെയ്തു. വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ കളികൾ കളിച്ചതാണല്ലേ. ഇവിടെയുള്ള പ്രബുദ്ധ കേരളത്തിലെ മലയാളികൾക്കറിയാം. അന്ന് ഓരോ മാധ്യമങ്ങളും പങ്കുവച്ചിരുന്ന വീഡിയോസിലെല്ലാം പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിട്ട് വരുന്നതിൽ വലിയ അതൃപ്തി ഇവരുടെ ജില്ലാ സെക്രട്ടറി തന്നെ പറയുന്നു, ഇവരുടെ പല ഓഫീസുകളിൽ പറയുന്നു, പല ജില്ലകളിലുള്ള SFIയുടെയും DYFIയുടെയും ഇടതുപക്ഷത്തിൻ്റെയൊക്കെ ഓഫീസുകളിൽ നിന്ന് അതൃപ്തി ഉണ്ടാവുന്നു. പിണറായി വിജയൻ കാരണമാണ് പാർട്ടി തോറ്റുപോയത്, അതുകൊണ്ട് ഇനി ആ പാർട്ടി വരാൻ പാടില്ല. അവസാനം കണ്ണൂരിൽ വരെ എത്തി നിൽക്കുന്നു പിണറായി വിജയനെതിരെ സംസാരിക്കുന്ന ആളുകളുടെ എണ്ണം എന്നായിരുന്നല്ലോ മാധ്യമങ്ങൾ പറഞ്ഞത്. ശരിക്കും ഇതൊക്കെ ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് VD സവർക്കർ കണ്ടുപിടിച്ച മാർഗമാണെന്ന് അന്നേ ഞാൻ പറഞ്ഞതാണ്. ഇന്നിപ്പോൾ അതിനെ സാധൂകരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മുടെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം കടലിൽ കാണാതായ മത്സ്യബന്ധന തൊഴിലാളികളുടെ മകളുടെ ഒരു പ്രതികരണത്തെ പറ്റി ഇദ്ദേഹം ഒരു പരാമർശം നടത്തുകയുണ്ട്. നിങ്ങളൊക്കെ കണ്ടതായിരിക്കും. അദ്ദേഹം പറഞ്ഞത് അത് അവരുടെ ഒരു വൈകാരികമായിട്ട് അവർ നടത്തിയ ഒരു പ്രതികരണമാണ്. ഞാൻ അതിനെ വിമർശിക്കുന്നില്ല. കാരണം ഏതൊരാളാണെന്നുണ്ടെങ്കിലും അവർക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ അവരാരെയാണ് പഴിക്കേണ്ടി വരുന്നത്? അവർ ഭരണപക്ഷത്തിരിക്കുന്ന ആളുകളെയാണ്. ഇതിപ്പോൾ പിണറായി വിജയൻ ആയിരുന്നെങ്കിൽ പിണറായി വിജയനെ അവരെ പറ്റി കുറ്റം പറഞ്ഞേനെ. ഇതിനെ നമ്മളൊന്നും വൈകാരികമായിട്ടുള്ള രീതിയിൽ എടുത്താൽ മതി. അവരുടെ വിഷമം കൊണ്ട് പറയുന്നതാണ്. ഞങ്ങളുടെ പാർട്ടി വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളിലും ഏകോപനങ്ങൾ നടത്തി, ക്രമീകരണങ്ങൾ നടത്തി അദ്ദേഹത്തിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പദ്ധതികളും എല്ലാ രീതികളിലെയും സമീപിച്ചിട്ടുണ്ടെന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് കേട്ടോ. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം ജോണിന്റെ മകൾ, അതായത് കടലിൽ കാണാതെ പോയ ആ ഒരു ജോൺ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ മകളെ കാണാൻ വേണ്ടിയിട്ട് ആ വീട്ടിൽ ചെല്ലുന്നു, എല്ലാ വാഗ്ദാനങ്ങളും നൽകുന്നു, പിന്നീട് തിരികെ വരുന്നു, വീണ്ടും പഴയതുപോലെ തന്നെ ഒരു സജ്ജീകരണങ്ങളും ഒരുക്കാതെ കടലിൽ കാണാതെ പോയ ആളുടെ ഇന്നിപ്പോൾ ഏകദേശം 10 ദിവസമെങ്കിലും ആയിട്ടുണ്ട് അദ്ദേഹത്തിനെ കാണാതെ പോയിട്ട് ഇതുവരെയും കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഒരാൾക്കും. അങ്ങനെ വലിയ മെഴുകലുകളുമായിട്ടൊക്കെ നമ്മുടെ VD സതീശൻ ജി അവിടെ പോയിട്ട് ഇന്ന് വന്നിട്ട് ആ ജോണിന്റെ മകൾ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ജോണിന്റെ മകൾ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ കഴിവുകേടാണ്, മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നാണ് കേട്ടോ. ആ മാപ്പ് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി പറഞ്ഞൊരു വാർത്തയടക്കം മെറ്റയിൽ നിന്ന് മെറ്റയ്ക്ക് ഒരു മെസ്സേജ് അയച്ചുകൊണ്ട് മെറ്റയ്ക്ക് ഒരു കത്ത് എഴുതിക്കൊണ്ട് റിമൂവ് ചെയ്ത് കളഞ്ഞേക്കാൻ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രി താങ്കൾ ആ രീതിയിലൊരു പരാമർശം നടത്തിയത്? അത് വിമർശിക്കുമല്ലോ, വിമർശനങ്ങൾ എന്തായാലും വരുമല്ലോ. ഞാനത് എൻ്റെ ഭാഗം ക്ലിയർ ചെയ്ത് കൂടുതൽ വ്യക്തതയോടുകൂടി എനിക്ക് സുതാര്യമായ രീതിയിൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വിമർശനങ്ങളെ ഞാൻ സ്വീകരിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു എന്നാണല്ലോ പറഞ്ഞത്. പിന്നെ എന്തിനാണ് താങ്കൾ ഈ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്യിപ്പിക്കുന്നത്? താങ്കൾക്കെതിരെ വരുന്ന പോസ്റ്റുകളെല്ലാം താങ്കൾ എന്തുകൊണ്ടാണ് റിമൂവ് ചെയ്യിപ്പിക്കുന്നത്? അപ്പോൾ ഏതൊക്കെയാണ് റിമൂവ് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെയാണ് റിമൂവ് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യവുമായിട്ട് റിപ്പോർട്ടർ ചാനൽ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. റിപ്പോർട്ടർ ചാനൽ രംഗത്തേക്ക് വരുമ്പോൾ പല ആളുകളും മെഴുകുന്നത് ഈ റിപ്പോർട്ടർ മരമുറിക്കാരൻ്റെ ചാനലാണല്ലോ, അതിൽ നിന്ന് വരുന്ന വ്യാജ വാർത്തകൾ ഞങ്ങൾ റിമൂവ് ചെയ്യുമെന്നാണ്. എന്ത് പറഞ്ഞാലും ന്യായീകരണ തൊഴിലാളികൾ സ്വന്തമായിട്ടുള്ളൊരു പാർട്ടി ആയതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. UDF എല്ലാ കാലത്തും എപ്പോഴും കത്തിക്കേറി തന്നെ പോകും. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഏതൊക്കെ ചാനലുകളിലെ വാർത്തയാണ് റിമൂവ് ചെയ്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ദേശാഭിമാനി, കൈരളി, അതേപോലെ തന്നെ റിപ്പോർട്ടർ ചാനൽ. ബാക്കി എല്ലാവരും ഇവർക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന അടിമകളുടെ ചാനലായതുകൊണ്ടായിരിക്കണം ഒന്നിൻ്റെ റിമൂവ് ചെയ്തിട്ടില്ല. ഈ വാർത്തകൾ, അതായത് ഇപ്പം നമ്മൾ ഈ പറയുന്ന ചാനലുകളിലെ വാർത്തകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കൈരളി TV, റിപ്പോർട്ടർ ചാനലൊക്കെ ഇവർ വന്ന സമയത്ത് ഇവർക്ക് വേണ്ടി നല്ല രീതിയിൽ പണിയെടുത്ത ചാനലായിരുന്നു കേട്ടോ. പിന്നീടാണ് ഇവരുടെ തോന്നിവാസങ്ങൾ കണ്ടപ്പോൾ അത് തോന്നിവാസങ്ങളാണെന്ന് മനസ്സിലായതുകൊണ്ടും ആരുടെയും മുന്നിൽ മുട്ടുമടക്കി നിൽക്കാനോ ആരുടെയും മുന്നിൽ പോയി കുമ്പിട്ട് നിൽക്കാനോ ഒരു മനസ്സില്ലാത്തത് കൊണ്ടും അവർ അതിശക്തമായിട്ട് ഇവർക്കെതിരെ സംസാരിച്ചത്. അങ്ങനെ വന്നപ്പോൾ ഇവർക്കൊരു വിരോധിയായി, അല്ലെങ്കിൽ ഇവർക്ക് വല്ലാത്ത ദേഷ്യമായി അവരോട്. ഈ ഒരു വിഷയത്തിൽ മാത്തു സജി പൂക്കികളെ വലിച്ചു കീറിക്കൊണ്ട് കാര്യം പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ആ വീഡിയോയുടെ കാണിച്ചു തരാം. ഏതൊക്കെയാണ് ആ വാർത്തകൾ? ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ അടക്കം 3 കോൺഗ്രസ് പ്രവർത്തകർ പിടിയിലായ വാർത്ത. കാണാതായ മത്സ്യത്തൊഴിലാളി ജോണിന്റെ മകൾ മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ വിമർശനം. മത്സ്യത്തൊഴിലാളിയെ കാണാതായ സംഭവത്തിൽ സർക്കാർ വീഴ്ചയെ വിമർശിച്ചുകൊണ്ടുള്ള CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവന. ലഹരി കേസിൽ മുഖ്യമന്ത്രിയുമായി ബന്ധമുള്ളവർ പിടിയിലായ വാർത്തയിലെ കാർഡ്. വാർത്ത നീക്കം ചെയ്ത സംഭവത്തിൽ CPM നേതാവ് P ജയരാജൻ മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ പരാമർശം. വാർത്താ വിലക്കിനെതിരായ പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം ഉൾക്കൊള്ളിച്ച വാർത്തയും മെറ്റ നീക്കി. ഈ വാർത്തകൾ നീക്കം ചെയ്തത് സർക്കാർ ഔദ്യോഗികമായി നൽകിയ നിയമ അഭ്യർത്ഥനയെ തുടർന്നാണെന്ന് മെറ്റയുടെ ഇമെയിൽ. മറ്റു വാർത്തകൾ നീക്കം ചെയ്തതാണ് എന്നതാണ് മെറ്റയുടെ മറുപടി. ഈ ചർച്ച വാർത്താ നിയന്ത്രണത്തിന്മേലുള്ളതാണ്. അപ്ലോഡ് ചെയ്യും, നീക്കാവുന്നതാണ്.
കണ്ടില്ലേ, ഇത്രയും കാര്യങ്ങൾ, അതായത് എന്തൊക്കെയാണോ അവർ പറഞ്ഞിരിക്കുന്നത് ആ കാര്യങ്ങളെയൊക്കെ അങ്ങ് റിമൂവ് ചെയ്തിരിക്കുകയാണ്. വി.ഡി. സതീശൻ്റെ അക്കൗണ്ട് മാനേജറായിട്ടുള്ള, അല്ലെ വി.ഡി. സതീശൻ്റെ അക്കൗണ്ട്, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരുത്തനെ, അയാളൊരു കണ്ണിയൊന്നുമല്ല, ഒരു നല്ല പക്ക വിതരണക്കാരനാണ് കേട്ടോ. അയാൾക്ക് ഓരോ ജില്ലകളായിട്ട് വലിയ വിതരണമാണ്. സതീശൻ്റെ കൈക്കാരൻ ചെറിയ പുള്ളിയല്ല. 7 ജില്ലകളിൽ MDMA ഇടനിലക്കാർ എല്ലാ മാസവും കൃത്യമായ കച്ചവടം. ഈ ഒരു വിഷയത്തിൽ പല ആളുകളും, കോൺഗ്രസിൻ്റെ പല നേതൃസ്ഥാനത്തുള്ളവരും മെഴുകലുമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അതിനെപ്പറ്റി ഒന്നും നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല. കാരണം ഈ ന്യായീകരണ തൊഴിലാളികൾ എല്ലായ്പ്പോഴും മെഴുകിക്കൊണ്ടേയിരിക്കും. സത്യം എന്താണെന്നുള്ളത് വിളിച്ചു കാണിക്കുന്ന ചാനലുകൾ ഇവർക്ക് എപ്പോഴും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം രാജാവിന് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് രാജാവ് ഈ ചാനലുകളിൽ വന്നിരിക്കുന്ന വാർത്തകളൊക്കെ റിമൂവ് ചെയ്യുന്നത്. ഇതിനേറെ പറയണം, പിണറായി വിജയൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് സംസാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ പോലും മെറ്റയ്ക്ക് പ്രത്യേകം കത്തയച്ച് റിമൂവ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ വി.ഡി. സവർക്കർ. നമുക്കറിയാം, ഈ ഡൽഹിയിൽ ഒരു പ്രൊട്ടസ്റ്റ് നടന്നപ്പോൾ ആ പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്തു എന്നുള്ളതിൻ്റെ ഒരു പേരിൽ, അല്ലെ ആ പ്രൊട്ടസ്റ്റിനെ അനുകൂലിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ, അവിടെ സജീവമായിട്ട് നിന്നു എന്നുള്ളതിൻ്റെ പേരിൽ പ്രകാശ് രാജിൻ്റെ വോട്ട് ചെയ്യാനുള്ള അവകാശം നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് അങ്ങ് ഇല്ലാതാക്കിയിട്ടുണ്ട്, റദ്ദാക്കിയിട്ടുണ്ട്, ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മോദിക്ക് ഇങ്ങനെയുള്ള ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവർക്കെതിരെ എന്തെങ്കിലും സംസാരിക്കാൻ, മോദിക്കെതിരെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചാൽ അവർ പിന്നീട് ഈ രാജ്യത്തെ ജീവിക്കാൻ പറ്റാത്തവരാണ്, അല്ലെ ഈ രാജ്യദ്രോഹികളാണ്. അല്ലെ അവർക്ക് ജിഹാദി പട്ടമൊക്കെ ചാർത്തി കൊടുക്കുക, അവരെ ഇവിടെ വേണ്ട, അവരെ ഇവിടുന്ന് പുറം ചാടിപ്പിക്കണം, അല്ലെ പുറത്തേക്ക് ചാടിപ്പിക്കണം എന്നുള്ളൊരു മനസ്ഥിതിയാണ് ഇവർക്കുള്ളത്. ഇതേ സെയിം കാര്യങ്ങളാണ് മോദി സർക്കാർ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതേ സെയിം കാര്യങ്ങളാണ് മോദിയുടെ അനുജനായിരിക്കുന്ന വി.ഡി. സതീശനെ പോലുള്ള ഒരു മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് മോദിയും വി.ഡിയും തമ്മിലുള്ളൊരു വ്യത്യാസം? മോദിക്ക് കണ്ണാടിയുണ്ട്, അല്ലെ മോദിക്ക് ഇങ്ങനെ നരച്ച താടിയുണ്ട്, വി.ഡി. സതീശൻ്റെ താടിയില്ല എന്നുള്ളൊരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. അല്ലാതെ വേറെ ഒരു വ്യത്യാസവും ഇല്ല. പേരുകൊണ്ട് മാത്രം രണ്ടുപേരും 2 ധ്രുവങ്ങളിലാണെങ്കിലും ഇവരുടെ തീരുമാനങ്ങൾ കൊണ്ട് രണ്ടുപേരും ഒരേ ദിശയിൽ, ഒരേ ഡയറക്ഷനിൽ സഞ്ചരിക്കുന്ന 2 പേരാണ്. എന്തൊരവസ്ഥയാണല്ലേ രാജഭരണം. ഞാൻ ആദ്യമേ പറഞ്ഞു, ജനാധിപത്യം മാറി രാജാധിപത്യമായിരിക്കുകയാണെന്നുള്ളത്. പിണറായി വിജയനെ ഏകാധിപതിയെന്നും രാജാവെന്നും ഏകഛത്രാധിപതിയെന്നും പറഞ്ഞുകൊണ്ട് മുദ്ര കുത്തിയ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ, വലതുപക്ഷ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ഇന്നെന്താണൊന്നും പറയാതിരിക്കുന്നത്? അന്തിച്ചർച്ചകളില്ല, പത്രങ്ങളിൽ വലിയ ഹെഡിങ്ങുകളോടുകൂടി ഒന്നും വരുന്നില്ല. എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, ഞങ്ങളെ ബാധിക്കത്തില്ലല്ലോ. പൂക്കികൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നവരായതുകൊണ്ട് ഞങ്ങളെ ഇതൊന്നും എഫക്റ്റ് ചെയ്യത്തില്ല. പൂക്കികൾക്കെതിരെ സംസാരിക്കുന്നവരെ മാത്രമേ എഫക്റ്റ് ചെയ്യുള്ളൂ എന്നറിയാവുന്നതുകൊണ്ടായിരിക്കും പല മാധ്യമങ്ങളും മൗനം പാലിച്ചിരിക്കുന്നത്. എന്തൊരവസ്ഥയാണല്ലേ. കൃത്യമായ വാർത്തകൾ പങ്കുവെക്കുന്നവരെ അവരെ അങ്ങ് ഇവിടുന്ന് പുറം ലോകം ചാടിച്ചേക്കാം എന്ന് പറഞ്ഞൊരു തീരുമാനം. ഇവർക്ക് വേണ്ടി ജയ് വിളിക്കുന്നവരെ ഇവിടെ എന്നും വാഴ്ത്തിയേക്കാം എന്ന് പറഞ്ഞൊരു തീരുമാനം. അങ്ങനെയാണ് തീരുമാനങ്ങളെങ്കിൽ, അങ്ങനെ പൂട്ടിക്കാനും റിമൂവ് ചെയ്യിപ്പിക്കാനുമാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ, നിങ്ങൾക്കെതിരെ ശക്തമായിട്ട് പ്രതികരിക്കാൻ തന്നെയാണ് സതീശൻ ജി ഞങ്ങളുടെയും തീരുമാനം.